നമ്മൾ ഇതേപോലെ പൊട്ടി വരുന്ന കോംബോ നമുക്ക് എങ്ങനെയാണ് ഇളക്കിയെടുക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ആദ്യം നമ്മൾ ഇതിനെ ഇളക്കിയെടുക്കുക. കാരണം വെച്ചാൽ ഇത് ഇളക്കിയെടുക്കുമ്പോൾ ഫുള്ളും നെറ്റും ബോൾട്ടൊക്കെ ഇളക്കിയെടുത്താലേ നമുക്കിതിനെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ കഴിയും. ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിതിൻ്റെ സ്ക്രൂകളെ നമ്മൾ സാധാരണ സ്ക്രൂ അയക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ സ്ക്രൂകൾ അയച്ചെടുക്കുക. ഇങ്ങനെയുള്ള കോംബോയി പൊട്ടിയിരിക്കുന്ന സാധനം ഇളക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ ചില്ല് കൊള്ളാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്ക്രൂ എല്ലാം ഇളക്കി കഴിഞ്ഞു. അപ്പം നമുക്കിത് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിനെ ലോക്കുകൾ ചെറിയ രീതിയിൽ ലോക്കുകളുണ്ട്. ആ ലോക്കിനെ ഇട്ടെടുക്കുക. ടൂൾസ് അഥവാ ഇത് നമുക്ക് ഇതേപോലുള്ള ഇങ്ങനെയുള്ള ടൂൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്പം കൂടി നൈസായിട്ടുള്ള ടൂൾ നമ്മൾ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ടൂൾസാണ്. കഴിഞ്ഞു. പിന്നെ നമ്മളിത് ഇളക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോർഡ് സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ കൂടി നമുക്ക് എളുപ്പമാണ്. കാരണം വെച്ചാൽ ബോണ്ടൊക്കെ ഇളക്കുമ്പോൾ നമുക്ക് ബോർഡുകളൊക്കെ വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള എന്തെങ്കിലും ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബോർഡ് സെപ്പറേറ്റ് ഇതിൻ്റെ ബോർഡ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇത് സ്വിച്ച് ചെയ്യണം. നമ്മൾ കീറിപ്പോകാൻ ചാൻസ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. കാരണം ഇതിൻ്റെ ചെറിയ മുഴുവനുള്ള സാധനം ആയതുകൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും കട്ടായി പോയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ബോർഡിൽ തന്നെ ഇതിനകത്ത് സ്ക്രൂ ഉണ്ട്. അതായത് ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നതിൽ സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ ചെറിയ പോലുള്ള സാധനങ്ങളൊന്നും ഓക്കെ. ഇപ്പം നമ്മളെ ബോർഡ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോർഡ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് നോക്കാം. ഇതിൻ്റെ ടച്ച് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ടച്ച് ഇളക്കാനാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മളിത് ഇളക്കിയെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ടച്ചിൻ്റെ സെപ്പറേറ്റ് ആണ്. ടച്ചിൻ്റെ ഡിസ്പ്ലേയുടെയും സെപ്പറേറ്റ് ആണ്. അപ്പം ഇതെങ്ങനെയൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യണം. അതായത് ബ്ലോക്ക് വെച്ച് നമ്മൾ സൈഡ് ഹീറ്റ് ചെയ്യണം. ഹീറ്റ് ചെയ്താൽ മാത്രമേ, കാരണം ഇതിന് അടിയിലിരിക്കുന്ന ഗമ്മ് നല്ല ബലത്തിലിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഹീറ്റായാൽ മാത്രമേ ഫ്രീ ആയി നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഹീറ്റാക്കാതെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് വരാനുള്ള ബുദ്ധിമുട്ടാണ്. പൊട്ടിയിരിക്കൊണ്ട് വേറെ വിഷയമില്ല, നമുക്ക് പെട്ടെന്ന് വരില്ല. അപ്പോൾ ഹീറ്റായി കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് എടുക്കാൻ. നമ്മളൊരു കുറച്ച് നേരം നമ്മൾ ഹീറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇളകി വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇളക്കേണ്ട ടൂളുണ്ട്. ഇതുപോലുള്ള ടൂളാണ് ഞാനും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൂളാണോ അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നോക്കാം. കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. കാരണം ചില്ല് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ആ ചില്ല് നമ്മൾ ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. നോക്കിയെടുക്കാവും. പൊട്ടിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ
ആ റിസ്ക് അത്രയ്ക്കും വേണ്ട. കാരണം പൊട്ടിയിരിക്കുന്നതിന് പേര് പൊട്ടാത്തതാണ് നമ്മൾ ഇളക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഹീറ്റ് കൊടുത്ത് നമ്മൾ സൂക്ഷിച്ചിളക്കണം. അങ്ങനെ ഹീറ്റ് കൊടുക്കുമ്പോൾ ഇതിനുള്ളിൽ ഹീറ്റ് ആവരുത്. ഈ ബ്ലാക്ക് ബോർഡറിൽ മാത്രം വരുന്ന രീതിയിൽ തന്നെയായിരിക്കും കൊടുക്കുന്നത്. ഈ സൈഡ് നമ്മളിപ്പം ഇളക്കി എടുത്തിട്ടുണ്ട്. ഓരോ സൈഡിലും ബുദ്ധിമുട്ടാണ്, ഇളകി വരുന്നില്ല എങ്കിൽ ഒന്നുകൂടി കുറച്ചുകൂടി ഹീറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇളകി വരുന്നുണ്ട്. നേരത്തെ കാട്ടി കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും എളുപ്പമായിട്ട് ഇളക്കിയെടുക്കാൻ കഴിയും. അപ്പം ഇതേപോലുള്ള കോംബോയോ ടച്ചോ മാറുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഹീറ്റ് കൊടുത്ത് തന്നെ എടുക്കണം. നമുക്കിപ്പോൾ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സെപ്പറേറ്റ് ആയി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കോംബോ ഇളക്കുമ്പോൾ ഹീറ്റ് കൊടുക്കണം. പിന്നെ ഗ്ലാസ് ഒന്നും കഴിഞ്ഞിട്ടുള്ള നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇതിനെ പുതിയത് മാറണമെങ്കിൽ പുതിയത് നമുക്ക് വയ്ക്കാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായി തന്നു വെച്ചാൽ നമുക്കിത് എങ്ങനെ ഇളക്കാൻ പറ്റും. അപ്പം ഇളക്കാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ടെൻഷനാണ്. ഇളക്കുമ്പോൾ എങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. അവർ അങ്ങനെയുള്ളവർക്ക് ടെൻഷനൊന്നും വേണ്ട, നമുക്ക് ഇളക്കാൻ പറ്റും. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹീറ്റ് കൊടുക്കുക, വളരെ സൂക്ഷിച്ച് നമ്മൾ ഇളക്കിയെടുക്കുക. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും മൊബൈലിൻ്റെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ വേറെ വീഡിയോയിലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.